റാഗിംഗ് നിയമ പരിഷ്കരണത്തിന് കർമ്മസമിതി രൂപീകരിച്ച് സർക്കാർ. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ 12 അംഗ സമിതി രൂപീകരിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, ആരൊക്കെയാണ് ഈ സമിതിയിലുള്ളത്? സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും? എന്തൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട സമിതി രൂപീകരിക്കണമെന്ന് കോടതി പറഞ്ഞതിന് ശേഷവും സർക്കാർ മെല്ലെപ്പോക്ക് തുടർന്നിരുന്നു. ഇതിൽ കഴിഞ്ഞ തവണ കോടതി വടിയെടുത്തു. ഇപ്പോൾ സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: റാഗിംഗ് നിയമ പരിഷ്കരണത്തിനായി കർമ്മസമിതി രൂപീകരിച്ചു എന്ന് സർക്കാർ അറിയിക്കുന്നു. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം 12 അംഗങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇതിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെയാണ് ഈ സമിതിയുടെ ചെയർമാൻ. തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഇന്നാണ് സർക്കാർ അറിയിച്ചത്. കെൽസയുടെ ഹർജിയിൽ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചത്. സമിതി പ്രാഥമിക യോഗം ഉടൻ ചേരണം എന്ന് ഇന്ന് തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. സമിതിയുടെ കർമ്മ പദ്ധതി 2 ആഴ്ചയ്ക്കകം തീരുമാനിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുന്നു. വിവിധ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്താനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇനിയും ഒരു വിദ്യാർത്ഥിയുടെ പോലും ഭാവി ഈ റാഗിംഗ് മൂലം ഇരുളടയരുത് എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. അത് കർശനമായി കോടതി നടപ്പാക്കുകയും ചെയ്യും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.